ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉണക്കച്ചമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നത് പോലെ ചിക്കൻ ചമ്മന്തിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ഈ ചമ്മന്തിക്ക് കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. ഓയിൽ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക. ചമ്മന്തിക്ക് ആവശ്യമുള്ള ചിക്കൻ പീസസാണ്. ചെറുതായി നുറുക്കിയത് ഇതിലേക്ക് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് മൊരിയണം, എന്ന് വെച്ച് കരിഞ്ഞു പോരുത്. നന്നായിട്ട് മൊരിച്ചെടുക്കണം, എന്നാലേ നമുക്ക് ചമ്മന്തി പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ചിക്കന് മാത്രം വേണ്ട ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഉണക്കച്ചമീനും ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്, പക്ഷേ അത് ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് എരിവിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം. അതായത് വറ്റൽമുളകാണ്, നാടൻ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്കും എരിവിനുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറവ് മതിയെന്നുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതിയാവും. നല്ല എരിവ് വേണ്ടവർക്ക് ഒരു 5 വറ്റൽമുളക് ചേർത്ത് ഈ ചിക്കൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. മുളകൊന്നും കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. കറക്റ്റായിട്ട് പാകത്തിന് മുരിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചിക്കനും ഒക്കെ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളകും ഫ്രൈ ചെയ്ത് എടുക്കുക. ഇതുപോലെ കരിച്ചൊന്നും കളയാതെ നല്ല കളറിൽ തന്നെ ഇരിക്കണം. ഇനി ഈ ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്ത് ചേർക്കാം. വളരെ ചെറിയ തക്കാളി മതിയാവും കേട്ടോ, കൂടുതൽ തക്കാളി ആവശ്യമില്ല. ഒരു ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അതുമല്ല, തക്കാളി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. തക്കാളി ചോപ്പ് ചെയ്തിട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, ബാക്കി ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. ചമ്മന്തിക്ക് വേണ്ട ഉപ്പ് ചേർക്കുക, കൂടുതലായി പോകരുത്. എന്നാലും ചമ്മന്തിക്ക് കുറച്ച് അത്യാവശ്യം ഉപ്പ് വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴേക്കും ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റും, നന്നായിട്ട് ചൂടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചമ്മന്തി പെട്ടെന്ന് ചീത്തായി പോവില്ല. ഒരാഴ്ച വരെയൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും മുളകും കൂടി ഉള്ളത് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും മുളകും കൂടി ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെമ്മീൻ പൊടിക്കുന്നത് പോലെ തന്നെയാണ് ഇതും പൊടിക്കുന്നത്. അതിനുശേഷം നമ്മൾ തക്കാളിയും തേങ്ങയും കൂടി ചൂടാക്കി വെച്ചത് ആറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പോരാത്ത ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ ഞാനത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ചമ്മന്തിയുടെ പാകത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് പേസ്റ്റ് ആകുമൊന്നും വേണ്ട, നമ്മൾ സാധാരണ അരക്കുന്ന ചമ്മന്തിയുടെ പാകത്തിൽ അരച്ചെടുക്കുക. വളരെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. ഇതൊരു ചമ്മന്തി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. ഇതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എയർ ടൈറ്റായ കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. കറിയില്ലാത്തപ്പോഴും നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റും. പിന്നെ നമുക്ക് ബ്രെഡിൻ്റെ സാൻഡ്വിച്ചായിട്ട് ഇത് ഉപയോഗിക്കാം. പിന്നെ ചപ്പാത്തിയിൽ ഇത് റോൾ ചെയ്ത് കഴിച്ചാലും വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക്